പൊട്ടിച്ചിരി പുലിവാലുകളുമായി ഉപ്പും മുളകും കുടുംബം വീണ്ടും എത്തുന്നു. ഉപ്പും മുളകും ഈ വരുന്ന തിങ്കളാഴ്ച ആരംഭിക്കുന്നു. തിങ്കൾ മുതൽ ശനി വരെ രാത്രി 7 മണിക്ക് ഫ്ലവേഴ്സിൽ. അമ്മാവൻ വരുമ്പോഴാ ചുമ വരുന്നേ. ഞങ്ങളൊക്കെ പനി വരുമ്പോഴാ ചുമ വരുന്നേ. 1000 രൂപ മൈനസ് ആയി. കാര്യം പറയുന്നേ. ഇവിടൊക്കെ ഭയങ്കര പൊടി അമ്മാവാ. പൊടി മാത്രമല്ല ചെലന്തി വലയുണ്ട്. എല്ലാം വൃത്തിയാക്കണം, അല്ലെ നാളെ പെണ്ണും വീട്ടുകാർ വിചാരിക്കും നമ്മൾ സ്പൈഡർമാന്റെ ഫാമിലി ആയിരിക്കും. ഞാനേ ആ ജോൽസിന്റെ അടുത്ത് വരെ ഒന്ന് പോവാ. എന്തിനു പോവാ അമ്മാവാ? ഗ്രഹനില എടുക്കാൻ. അമ്മാവന് തന്നെ എടുക്കാൻ പറ്റുമോ? ഞാനോട് പറട്ടെ. ചേട്ടാ നേരെ കുറിപ്പടി എടുക്കാൻ പോവാണെന്ന്. പിന്നെ ദിവസങ്ങളൊന്നും അധികം ഇനി ബാക്കിയില്ല. എല്ലാം നേരാവണ്ണം നടത്തണം. എന്നെ ഇങ്ങനെ നടത്തിക്കരുത് നിങ്ങളുടെ അമ്മാവിനോട് പറ. എന്തുകൊണ്ടാണ് അതിന്റെ പുറകില്? എന്റെ പുറകെ എന്റെ കൂട്ടുകാരൻ. കരിങ്കാളി കളിക്കാതെ ഇങ്ങോട്ട് മാറി നിൽക്കടാ. ഹലോ, ഹൗ ഡു യു ഡു? എവിടാണ് മോടാ അവിടുന്ന് മാറി? ഞാൻ പി പ്രഭാകരൻ. ഇതെന്റെ ചിരി. മുണഞ്ഞ ചിരിയില്ലേ? എന്താ കൂട്ടുകാരന്റെ പേര്? രമണി. രമണൻ മണൽ. അമ്മാവൻ കേട്ടില്ല അതാണോ? ഇവന്റെ കല്യാണമൊക്കെ അതറിഞ്ഞ് വന്നായിരിക്കും കേട്ടോ. ഇതിന്റെ ചടങ്ങൊക്കെ കഴിഞ്ഞ് പോയാ മതി. അത് ഞാൻ പൊളിച്ചെടുക്കും. അതവൻ അടിച്ചു പൊളിച്ചിട്ടേ പോകത്തുള്ളൂ. പൊളിക്കണം. അല്ല എന്തുവാടാ ഇവന്റെ ജോലി? എന്തു ഇവന്റെ? ഫിസിയോതെറാപ്പിസ്റ്റാ. തയ്യക്കാരിയല്ലായിരുന്നോ? അത് പെട്ടെന്ന് വായി വന്നപ്പോ പറഞ്ഞതാ. എടാ എന്തോ പറഞ്ഞ സംഭവം എന്തുവാ ഇത്? തടവുകാരനാന്ന്. അപ്പൊ ഇവൻ ജയിലിൽ ആടി വന്ന? അതല്ലെന്ന്. നമ്മളൊക്കെ ഇങ്ങനെ തിരുമി റെഡിയാക്കി തിരിഞ്ഞനെ. നമ്മുടെ ഫിസിയോതെറാപ്പിസ്റ്റ് ചെയ്യുക സംഭവമൊക്കെ. എങ്ങനെ സംഭവം ചെയ്യുന്നത്? ഇങ്ങനെ പിടിച്ചിട്ട് തിരുമിട്ടെ ഇതുപോലുള്ള ഒരാളെ ഞാൻ നോക്കി നടക്കുമായിരുന്നു. എന്നാ വല്ല കാഴ്ചമംഗളായും കാണാം. അതല്ലെന്ന്, അമ്മാവന്റെ മേല് മൊത്തം കാച്ചിലല്ലേ? നിങ്ങളുടെ അമ്മാവന്റെ ശരീരം എന്തോ കൃഷിഭൂമിയും. അല്ല കാച്ചിലും പോച്ചിലും അതാ പറഞ്ഞത്. അതുകൊണ്ട് ഈ സർവാംഗം ഒന്ന് തിരുമ്മി തടവി ഒന്ന് റെഡിയാക്കണം. അതുകൊണ്ട് രമണൻ ഇന്ന് അമ്മാവന്റെ റൂമിൽ കിടന്നാ മതി. എന്റെ കൂട്ടാണ് ഇങ്ങോട്ട് ഓടി വന്നിട്ട് അമ്മാവനെ തടവാൻ പറ്റത് കാണത്തില്ലയോ? ഞാൻ പൈസ കൊടുക്കാൻ പറ്റത്തില്ല. മോശം അവനോട് ചോദിച്ചു. സാരമില്ല, പ്രായമുള്ള മനുഷ്യനല്ലയോ, ഒരു ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. പ്രായമുള്ള മനുഷ്യൻ. ഇയാളുടെ റൂമിന്റെ വെളിയിലേ 2 തലയാണ കിടപ്പുണ്ട്. ഞാൻ എടുത്ത് കളഞ്ഞാന്നോ? അല്ലല്ല, ഇയാളുടെ ശല്യം സഹിക്കാൻ പറ്റാത്തിട്ട് ഇറങ്ങി പോകുന്നതാ. അത് അത്ര നാശം പിടിച്ചോണ്ടായത്. എന്താ പറഞ്ഞു? അവൻ വരാന്ന് പറഞ്ഞു. ഹലോ, പിന്നെ വേറൊരു കാര്യം, കല്യാണം ഇഞ്ഞ് വന്നു. കല്യാണം കഴിഞ്ഞിട്ട് പോയാൽ മതി കേട്ടോ. പോകത്തില്ല, ഞാൻ ഇവിടുന്ന് പോകത്തില്ല. അതെന്തോടാ അവൻ അങ്ങനെ പറഞ്ഞ പോകത്തില്ല? അതെ, അവൾ അല്ലാതല്ല അവൾ ആരുമില്ല ഇവിടെ തന്നെ ജീവിക്കത്തുള്ളൂ. അതോ നിന്റെ അച്ഛൻ എന്തിയാടാ? അച്ഛൻ ഇട്ടിട്ട് പോയി. ആദ്യം ഇട്ടിട്ട് പോയത്, ഇടാതെ പോയായിരുന്നു നാണക്കേടായി.